My dears, today we are discussing exercise 6.3. Okay, in the last class we have discussed two theorems, angle sum property. What is the angle sum property of a triangle? Yes, the sum of the angles of a triangle is 180 degree. Okay, then in our exercise 6.3 le first question നമുക്ക് ആദ്യം നോക്കാം. Question നോക്കിക്കേ. In the figure, sides QP and RQ. അതായത് QP എന്ന് പറയുന്ന സൈഡും RQ എന്ന് പറയുന്ന ഒരു സൈഡും അത് നമുക്കറിയാം ട്രയാങ്കിൾ PQR ലെ സൈഡ്സ് ആണ് QPയും RQവും അല്ലെ QPയും RQവും നമ്മുടെ ട്രയാങ്കിൾ PQR ലെ സൈഡ്സ് ആണ് are produced to point S and T. അതായത് QP എന്ന് പറയുന്ന സൈഡ് നമ്മൾ കുറച്ചും കൂടെ നീട്ടി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് എസ് എന്ന് പറയുന്നത്. അതുപോലെ RQ എന്ന് പറയുന്ന ലൈൻ നമ്മൾ നീട്ടി വരച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പോയിന്റ് ആണ് ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ QP നമ്മൾ നീട്ടി വരച്ചു കഴിയുമ്പോൾ നമുക്ക് എസ് എന്ന് പറയുന്ന ഒരു പോയിന്റ് അവിടെ കിട്ടുന്നു. ഈ RQ എന്ന് പറയുന്ന ലൈനിൽ നമുക്ക് ടി എന്ന് പറയുന്ന ഒരു പോയിന്റും കിട്ടുന്നു. ഓക്കെ, ഇനി നമുക്ക് തന്നിട്ടുണ്ട് ആംഗിൾ SPR equal to 135. ആംഗിൾ SPR SPR എന്ന് പറയുന്നത് 135 ഡിഗ്രി ആണ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അത് നമുക്ക് തന്നിരിക്കുന്നതാണ്, ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്നു ഗിവൺ ആംഗിൾ SPR equal to 135 ഡിഗ്രി എന്ന് നമുക്ക് തന്നിരിക്കുന്നു. ഇനി ആംഗിൾ PQT ആംഗിൾ PQT എന്ന് പറഞ്ഞാൽ 110 ഡിഗ്രി എന്ന് നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഫൈൻഡ് ആംഗിൾ PRQ. നോക്കിക്കേ, PRQ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഉള്ളത് അല്ലെ. അപ്പൊ നോക്കിയാൽ നമുക്കിവിടെ ഈ ട്രയാങ്കിളിന്റെ നമുക്ക് നോക്കിയാൽ നമുക്ക് PRQ എന്ന് പറയുന്ന ആംഗിൾ നമ്മുടെ ട്രയാങ്കിൾ PQRലെ ഒരു ആംഗിൾ ആണ് അല്ലെ. നമുക്ക് P അറിയില്ല, Q അറിയില്ല. Pയും Qവും അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ ആംഗിൾ സം പ്രോപ്പർട്ടി വെച്ച് നമുക്ക് R കണ്ടുപിടിക്കായിരുന്നു അല്ലെ. ഇനി നോക്കിയേ, നമ്മൾ പഠിച്ച ഏതെങ്കിലും കണ്ടീഷൻ വെച്ച് നമുക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കിക്കേ. നമ്മൾ പഠിച്ചിരിക്കുന്ന കണ്ടീഷൻ വെച്ച് TR എന്ന് പറയുന്ന ഒരു ലൈനാണ് അല്ലെ. TR എന്ന് പറയുന്ന ലൈനിലെ ഒരു റേ ആണ് ഈ QS എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഫോം ചെയ്യുന്ന TR എന്ന് പറയുന്ന ലൈനിൽ വരുന്ന ഒരു റേ ആണ് ഇത് QS എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ആണ്. കാരണം ഇത് ലീനിയർ പെയർ ആണ് അല്ലെ. ലീനിയർ പെയർ ആയതുകൊണ്ട് നമുക്കറിയാം ഇവിടെ നമുക്ക് വരേണ്ട ആംഗിൾ ടോട്ടൽ സം എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ്. അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് ഇത് 110 എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പോർഷൻ കണ്ടുപിടിക്കാം. ഈ Q അല്ലെ, എങ്ങനെ കണ്ടുപിടിക്കാം? യെസ്, 180 മൈനസ് 110 നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ PQ എന്ന് പറയുന്ന PQR ആ ആംഗിൾ നമുക്ക് കിട്ടും. അപ്പൊ നോക്കിയേ, നമ്മളിവിടെ എടുത്തിരിക്കുന്നത് TR ഈസ് എ ലൈൻ. TR എന്ന് പറയുന്നത് ഒരു ലൈൻ ആണ്. TR ഈസ് എ ലൈൻ. അതുകൊണ്ട് തന്നെ ആംഗിൾ PQT പ്ലസ് ആംഗിൾ PQR എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ആണ്. റീസൺ അത് ലീനിയർ പെയർ ആണ് അല്ലെ. റീസൺ എന്താണെന്ന് എഴുതിക്കോണം, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ മറന്നു പോകും എന്തുകൊണ്ടാണ് അവിടെ 180 ഡിഗ്രി വന്നത് എന്നുള്ളത്. അപ്പൊ അത് ലീനിയർ പെയർ ആണ് അല്ലെ. ലീനിയർ പെയർ ആയതുകൊണ്ട് 180 ഡിഗ്രിയാണ്. PQT നമുക്കറിയാം 110 ഡിഗ്രി പ്ലസ് ആംഗിൾ PQR ഈക്വൽ ടു 180 ഡിഗ്രി അല്ലെ. ഇനി ആംഗിൾ PQR കണ്ടുപിടിക്കാൻ 180 മൈനസ് 110 ഡിഗ്രി that is equal to 70 ഡിഗ്രി. അപ്പൊ നമുക്ക് ആംഗിൾ PQR കിട്ടി 70 ഡിഗ്രി. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ആംഗിൾ കിട്ടി 70 ഡിഗ്രി അല്ലെ. അതുപോലെ തന്നെ നമുക്ക് പറയാം QS എന്ന് പറയുന്ന ഒരു ലൈൻ ആണ്. QS ഈസ് എ ലൈൻ. PR എന്ന് പറയുന്ന അവിടെ വരുന്ന ഒരു റേവ് ആണെങ്കിൽ നമുക്കറിയാം ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിളും 180 ഡിഗ്രിയാണ്. അപ്പൊ നമുക്ക് അടുത്തതിൽ എഴുതാം QS ഈസ് എ line since QS is a
ലൈൻ QS എന്ന് പറയുന്ന ഒരു ലൈൻ ആണ്. അവിടെ നമുക്ക് ഫോം ചെയ്യുന്ന ആംഗിൾസ് RPS-ഉം RPQ-ഉം 180 ഡിഗ്രിയാണ്. ആംഗിൾ RPS പ്ലസ് അല്ലെങ്കിൽ ആംഗിൾ SPR അതാണ് നമുക്ക് തന്നിരിക്കുന്നത്. എങ്ങനെ വേണമെങ്കിൽ എഴുതാം, ആംഗിൾ SPR പ്ലസ് ആംഗിൾ RPQ, ആംഗിൾ RPQ ഈക്വൽ ടു 180 ഡിഗ്രി. അവിടെയും റീസൺ നമുക്ക് എഴുതാം, എന്താണ്, ലീനിയർ പെയർ ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ആംഗിൾ SPR നമുക്ക് തന്നിട്ടുണ്ട് 135 ഡിഗ്രി ആണ്, പ്ലസ് ആംഗിൾ RPQ ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ RPQ ഈക്വൽ ടു 180 മൈനസ് 135 അല്ലെ. 180യിൽ നിന്ന് 135 നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 45 ഡിഗ്രി എന്ന് കിട്ടുന്നു. അപ്പൊ ആംഗിൾ RPQ നമുക്ക് 45 ഡിഗ്രി കിട്ടി. അപ്പൊ നോക്കിയേ, ഇത് നമുക്ക് 45 ഡിഗ്രി എന്ന് കിട്ടി. ഇനി നമുക്ക് R കണ്ടുപിടിക്കാം, എളുപ്പമാണ് അല്ലെ. ഏത് തിയറം വെച്ചാണ്? യെസ്, നമുക്ക് നമ്മുടെ ആംഗിൾ സം പ്രോപ്പർട്ടി വെച്ച് നമുക്ക് പറയാം, ഇൻ ട്രയാങ്കിൾ PQR, അതായത് നമുക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ PQR തന്നിട്ടുണ്ട്. ആ 3 ആംഗിൾസിന്റെയും സം, ആംഗിൾ P പ്ലസ് ആംഗിൾ Q പ്ലസ് ആംഗിൾ R ഈക്വൽ ടു 180 ഡിഗ്രി ആണ് അല്ലെ. നോക്കിക്കേ, ഇവിടെ P നമുക്കറിയാം 45 ഡിഗ്രി പ്ലസ് Q അറിയാം 70 ഡിഗ്രി പ്ലസ് ആംഗിൾ R ഈക്വൽ ടു 180 ഡിഗ്രി. 45 plus 70, 45 plus 70, 115 E plus ആംഗിൾ R ഈക്വൽ ടു 180 ഡിഗ്രി ആണ്. ഇനി നമുക്ക് ആംഗിൾ R കണ്ടുപിടിക്കാം, അതായത് PRQ അല്ലെ. ആംഗിൾ PRQ ഈക്വൽ ടു 180 മൈനസ് 115 അല്ലെ. 180 മൈനസ് 115 ആണ്. 180യിൽ നിന്ന് 115 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 65 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആംഗിൾ PRQ ആണ്. ആംഗിൾ PRQ ഈക്വൽ ടു 65 ഡിഗ്രി എന്ന് കിട്ടി. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലെ. നിങ്ങൾക്കിത് ഇത്രയും സ്റ്റെപ്സ് നിങ്ങൾ എഴുതി പോകണം, അല്ലെങ്കിൽ നിങ്ങൾ മറന്നു പോകും എങ്ങനെയാണ് ഇത് 180 ഡിഗ്രി എന്നൊക്കെ കിട്ടുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഇവിടെ ഫോം ചെയ്യുന്നത് ലീനിയർ പെയറാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്കറിയാം ലീനിയർ പെയർ ആണ്. അപ്പൊ നമുക്ക് ട്രയാങ്കിൾ PQRലെ ആംഗിൾ Pയും ആംഗിൾ Qയും കിട്ടും. പിന്നെ R കിട്ടാൻ നമ്മൾ ആംഗിൾ സം പ്രോപ്പർട്ടി ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നു. ഓക്കെ ഓക്കെ ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇൻ ദ ഫിഗർ ആംഗിൾ X ഈക്വൽ ടു 62 ഡിഗ്രി. അതായത് നമുക്ക് അവിടെ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. XYZ എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ഉണ്ട്. അതിനകത്ത് ആംഗിൾ X എന്ന് പറഞ്ഞാൽ 62 ഡിഗ്രി എന്ന് തന്നിരിക്കുന്നു. ഇതാണ് ആംഗിൾ X. ഇനി ആംഗിൾ XYZ, XYZ, ഈ Y എന്ന് പറയുന്ന ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട് 54 ഡിഗ്രി. ഇനി YO ZO are the bisectors of X, ആംഗിൾ XYZ and XZY. അതായത് ഈ XYZന്റെ ബൈസെക്ടർ ആണ് ഈ YO എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആംഗിൾ XYZന്റെ ബൈസെക്ടർ ആണ് ഈ പോന്നിരിക്കുന്ന YO എന്ന് പറയുന്നത്. ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്? യെസ്, ഇവിടെ ഫോം ചെയ്യുന്ന ഈ 2 ആംഗിൾസും ഈക്വൽ ആണ് അല്ലെ. ഇപ്പൊ നമുക്ക് Y എന്ന് പറഞ്ഞാൽ 54 തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ രണ്ടിടത്തും എത്ര വീതമായിരിക്കും? യെസ്, അതിന്റെ ഹാഫ് ആണ് കിടക്കുന്നത് അല്ലെ. അപ്പൊ 54ന്റെ പകുതി 27 ആണ് ഇവിടെ രണ്ടിടത്തും വരിക. അപ്പൊ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കറക്റ്റ് സെന്ററിൽ കൂടെ, നമ്മളിപ്പോ ഒരു ലൈൻ ആണെങ്കിലും ബൈസെക്ടർ വരച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം കറക്റ്റ് സെന്ററിൽ, ഇപ്പൊ ടോട്ടൽ 8 സെന്റിമീറ്റർ ആണെങ്കിൽ ഇത് വരുന്നത് 4 സെന്റിമീറ്ററിലാണ് നമ്മൾ ബൈസെക്ടർ വരയ്ക്കുന്നത്. അപ്പൊ കറക്റ്റ് മിഡ് പോയിന്റ് ആണ് വരിക എന്ന് പറയുന്ന പോലെ നമ്മുടെ ആംഗിളിന്റെ കേസിൽ നമുക്കറിയാം ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു അല്ലെ. അപ്പം ആംഗിൾ XYZനെ നമ്മൾ ഇവിടെ ഒരു ബൈസെക്ടർ വരച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ 2 ആംഗിൾസ് ഫോം ചെയ്യും. ഈ 2 ആംഗിൾസും ഈക്വൽ ആണെന്നാണ് മീനിങ് വരിക. അപ്പൊ ബൈസെക്ടർ എന്ന് പറഞ്ഞ കാര്യം ഓർത്തോണം, നമുക്ക് മുന്നോട്ടും വേണ്ടതാണ് കറക്റ്റ് മിഡ് പോയിന്റിൽ കൂടെ. അപ്പൊ ഇവിടെ നമുക്കിപ്പോ ടോട്ടൽ 100 ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഇവർ രണ്ടുപേരും എത്രയായിരിക്കും? യെസ്, 100ന്റെ പകുതി 50 ആയിരിക്കും ഇവർ രണ്ടുപേരും വരിക. അപ്പൊ ബൈസെക്ടർ വരച്ചു കഴിയുമ്പം നമുക്ക് അവിടെ ഫോം ചെയ്യുന്ന 2 ആംഗിൾസ് എപ്പോഴും സെയിം ആയിരിക്കും.
വരിക. ഓക്കെ, അപ്പൊ നമുക്കിവിടെ എക്സ് വൈ ഇസഡിന്റെ ബൈസെക്ടർ ആണ് ഒ വൈ എന്ന് പറയുന്നത്. അതുപോലെ എക്സ് ഇസഡ് വൈയുടെ ബൈസെക്ടർ ആണ് ഒ ഇസഡ്. അപ്പൊ ഇവിടെയും ഈ രണ്ട് ആംഗിൾസ് സെയിം ആയിരിക്കും. നമുക്കിനി കണ്ടുപിടിക്കാനുള്ളത് ഒ ഇസഡ് വൈ. ഒ ഇസഡ് വൈ, ഈ ഒരു പോർഷൻ കണ്ടുപിടിക്കണം, ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കണം. ദെൻ വൈ ഒ ഇസഡ്, ഈ ഒരു ഒ എന്ന് പറയുന്ന ട്രയാങ്കിൾ ഒ വൈ ഇസഡിലെ ഓയും നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക? ആദ്യം നമുക്ക് നമ്മുടെ ട്രയാങ്കിൾ എക്സ് വൈ ഇസഡ് നോക്കാം അല്ലെ. ട്രയാങ്കിൾ എക്സ് വൈ ഇസഡിലെ നമുക്ക് നമ്മുടെ ആംഗിൾസ് എല്ലാം ആദ്യം ഒന്ന് കണ്ടുപിടിക്കാം. ട്രയാങ്കിൾ എക്സ് വൈ ഇസഡിൽ ഇത് നമുക്കറിയാം 62 ഡിഗ്രി തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് എക്സ് വൈ ഇസഡ് ഇതും നമുക്ക് തന്നിട്ടുണ്ട് 54 ഡിഗ്രി എന്ന് അല്ലെ. എങ്കിൽ നമുക്ക് ആദ്യം ആരെ കണ്ടുപിടിക്കാം? യെസ്, നമുക്ക് ഈ ഇസഡ് എന്ന് പറയുന്ന ആംഗിളിനെ നമുക്കൊന്ന് ആദ്യം കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ അതിനായിട്ട് നമുക്ക് തന്നിരിക്കുന്ന കാര്യം ഒന്ന് എഴുതാം. ഗിവൺ നമുക്ക് തന്നിരിക്കുന്നത് ആംഗിൾ എക്സ് ഈക്വൽ ടു 62 ഡിഗ്രി എന്ന് തന്നിരിക്കുന്നു. അതുപോലെ ആംഗിൾ എക്സ് വൈ ഇസഡ് ഈക്വൽ ടു 54 ഡിഗ്രി എന്ന് തന്നിരിക്കുന്നു. ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഈ ട്രയാങ്കിൾ എക്സ് വൈ ഇസഡ് ആണ്. ഓക്കെ, ഇൻ ട്രയാങ്കിൾ എക്സ് വൈ ഇസഡ് നമ്മൾ ട്രയാങ്കിൾ എക്സ് വൈ ഇസഡ് നോക്കുവാണെങ്കിൽ ആംഗിൾ എക്സ് പ്ലസ് ആംഗിൾ വൈ പ്ലസ് ആംഗിൾ ഇസഡ് എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ആണ്. എന്തുകൊണ്ടാണ് നമ്മളത് 180 ഡിഗ്രി എന്ന് എഴുതുന്നത്? യെസ്, നമ്മുടെ ആംഗിൾ സം പ്രോപ്പർട്ടി ഓഫ് എ ട്രയാങ്കിൾ, ട്രയാങ്കിളിന്റെ ആംഗിൾ സം പ്രോപ്പർട്ടി വെച്ചാണ് നമ്മളത് എഴുതുന്നത് അല്ലെ. ഇവിടെ നമുക്ക് എക്സ് അറിയാം, വൈ അറിയാം. എക്സ് എന്ന് പറഞ്ഞാൽ 62 ഡിഗ്രി പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ 54 ഡിഗ്രി ഈ പ്ലസ് ആംഗിൾ ഇസഡ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇനി ആംഗിൾ ഇസഡ് കണ്ടുപിടിക്കാൻ നമുക്ക് 180യിൽ നിന്ന് 62 പ്ലസ് 54 എന്ന് പറഞ്ഞാൽ 116 ആണ്. ഓക്കെ, അപ്പം ആംഗിൾ എസിന് നമുക്ക് കിട്ടും 180 മൈനസ് 116 എന്ന് പറഞ്ഞാൽ 64 ഡിഗ്രി എന്ന് വന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഇസഡ് കിട്ടി. എത്രയാണ്? 64 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമ്മുടെ ട്രയാങ്കിൾ എക്സ് വൈ ഇസഡില് നമ്മൾ എക്സ് തന്നിട്ടുണ്ട്, വൈ തന്നിട്ടുണ്ട്, നമ്മൾ ഇസഡും കണ്ടുപിടിച്ചു അല്ലെ. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇവിടെ ബൈസെക്ടർ ഉണ്ട്. ബൈസെക്ടർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന ഈ രണ്ട് ആംഗിൾസ് സെയിം ആണ്, ഇതിന്റെ പകുതിയാണ് രണ്ടും വരുന്നത് അല്ലെ. അപ്പൊ ആംഗിൾ വൈ 54 തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ് വൈ ഒ എന്ന് പറഞ്ഞാലും ഒ വൈ ഇസഡ് എന്ന് പറഞ്ഞാലും അതിന്റെ ഹാഫ് ആണ് വരിക. അതുപോലെ ഒ ഇസഡ് എന്ന് പറയുന്നത് ഇസഡിന്റെ ബൈസെക്ടർ ആണെങ്കിൽ ഇവിടെ ഫോം ചെയ്യുന്ന രണ്ട് ആംഗിൾ, അതായത് എക്സ് ഇസഡ് ഒയും ഒ ഇസഡ് വൈയും സെയിം ആയിരിക്കും. അത് രണ്ടും എക്സ് ഇസഡ് വൈയുടെ ഹാഫ് ആയിരിക്കും വരിക അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം അത് കണ്ടുപിടിക്കാം. ഒ ഇസഡ് ഈസ് ദ ബൈസെക്ടർ ഓഫ് ആംഗിൾ എക്സ് ഇസഡ് വൈ. അതായത് ഒ ഇസഡ് എന്ന് പറയുന്നത് ഈസ് ദ ബൈസെക്ടർ ഓഫ് ഏത് ആംഗിളിന്റെ ബൈസെക്ടർ ആണ് ഒ ഇസഡ്? യെസ്, എക്സ് ഇസഡ് വൈയുടെ ബൈസെക്ടർ ആണ്. എക്സ് ഇസഡ് വൈയുടെ ബൈസെക്ടർ ആണ്. അപ്പൊ നമ്മൾ ഇത് കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്കിത് മൊത്തത്തില് 64 ഡിഗ്രി എന്ന് നമുക്കറിയാം അല്ലെ. അപ്പം ഇതിന്റെ ഇടയിൽ വന്നിരിക്കുന്ന രണ്ട് ആംഗിൾസ് ഉണ്ട് അല്ലെ. അതായത് എക്സ് ഇസഡ് ഒ ഉണ്ട്, ഒ ഇസഡ് വൈയും ഉണ്ട്. അപ്പം ഇത് 64 ആണെങ്കിൽ ഇവിടെ രണ്ടും അതിന്റെ പകുതി ആയിരിക്കും വരിക, 32 ഡിഗ്രി വെച്ചായിരിക്കും വരുന്നത്. അപ്പൊ നമുക്ക് എഴുതാം ആംഗിൾ എക്സ് ഇസഡ് ഒയും ആംഗിൾ എക്സ് ഇസഡ് ഒ ഈക്വൽ ടു ആംഗിൾ ഒ ഇസഡ് വൈ ഈക്വൽ ടു, ഇവ രണ്ടുപേരും സെയിം ആണ്. അതെന്ന് പറയുന്നത് ഈ എക്സ് ഇസഡ് വൈയുടെ പകുതിയാണ്, ഹാഫ് ഓഫ് ആംഗിൾ എക്സ് ഇസഡ് വൈ. ആംഗിൾ എക്സ് ഇസഡ് വൈ 64 ആണെങ്കിൽ അതിന്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിന്റെ പകുതി 32 ആണ് അല്ലെ. അപ്പം ആംഗിൾ എക്സ് ഇസഡ് ഒയും ആംഗിൾ ഒ ഇസഡ് വൈയും 64ന്റെ ഹാഫ് ആണ്. അപ്പൊ നമുക്ക് വേണ്ടത് ഒ ഇസഡ് വൈ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ആംഗിൾ ഒ ഇസഡ് വൈ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 64. ദാറ്റ് ഈസ് ആംഗിൾ ഒ ഇസഡ് വൈ ഈക്വൽ ടു 32 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് ഒ ഇസഡ് വൈ ഈക്വൽ ടു 32 ഡിഗ്രി എന്ന് കിട്ടി. അപ്പൊ ആദ്യം നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഒ ഇസഡ് വൈ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വൈ ഒ ഇസഡ് ആണ്. വൈ
ഒ ഇസഡ് വേണം. അപ്പൊ നോക്കി നമുക്ക് ആ ഒരു ട്രയാങ്കിൾ മാത്രം ഒന്ന് നോക്കാം അല്ലെ. വൈ ഇ ഒ ഇസഡ് അല്ലെ. ഇവിടെ നമുക്ക് ഇസഡ് നമുക്ക് കിട്ടി 32 ഡിഗ്രി. നമ്മളിപ്പോ കണ്ടുപിടിച്ചു ഒ ഇസഡ് ബൈ 32 ഡിഗ്രി ആണ് അല്ലേ. ഇനി ഇതറിയാം നമുക്ക്. ഈ ഒ വൈ ഇസഡ് എന്ന് പറഞ്ഞാലും ഈ 54ന്റെ പകുതിയാണ് അല്ലെ. ഒ വൈ ഇസഡ് എന്ന് പറഞ്ഞാൽ 54 ഡിഗ്രിയുടെ ഹാഫ് ആണ്. കാരണം ഒ വൈ എന്ന് പറയുന്നത് ആംഗിൾ എക്സ് വൈ ഇസഡിന്റെ ബൈസെക്ടർ ആണ്. അപ്പൊ അവിടെ ഫോം ചെയ്യുന്നതും ഇതിന്റെ പകുതി ആയിരിക്കും. അപ്പൊ നമുക്ക് ഇത് 27 ഡിഗ്രി എന്ന് എടുക്കാം. അപ്പം y എന്ന് പറഞ്ഞാൽ 27 ഡിഗ്രി എന്ന് കിട്ടി അല്ലെ. ഇപ്പൊ നോക്കി ഇവിടെ ട്രയാങ്കിൾ ഒ വൈ ഇസഡില് ഈ 3 ആംഗിൾസിന്റെയും സമ്മ് നമുക്കറിയാം 180 ഡിഗ്രി ആണ്. ഇവര് 3 പേരും 180 ഡിഗ്രി ആണ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ആംഗിൾ സം പ്രോപ്പർട്ടി വെച്ച് നമുക്ക് ഈ വൈ ഒ ഇസഡ് കണ്ടുപിടിക്കാം. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പൊ നമുക്ക് ആദ്യം ഈ ഒ വൈ ഇസഡ് ഒന്ന് വേണമെങ്കിൽ എഴുതാം അല്ലെ. അതായത് ആംഗിൾ എക്സ് വൈ ഇസഡിന്റെ ബൈസെക്ടർ ആണ് ഒ വൈ. അപ്പൊ നമുക്ക് എഴുതാം ഒ വൈ ഇസ് ദ ബൈസെക്ടർ ഓഫ് ഏത് ആംഗിളിന്റെ ബൈസെക്ടർ ആണ് ഒ വൈ? ബൈസെക്ടർ ഓഫ് ആംഗിൾ എക്സ് വൈ ഇസഡ്. ആംഗിൾ എക്സ് വൈ ഇസഡിന്റെ ബൈസെക്ടർ ആണ് ഒ വൈ എന്ന് പറയുന്നത്. അപ്പം ഒ വൈ ഇസഡ് എന്ന് പറഞ്ഞാൽ ആംഗിൾ ഒ വൈ ഇസഡ് എന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ് ആംഗിൾ എക്സ് വൈ ഇസഡ് ആണ് അല്ലെ. അപ്പൊ ആംഗിൾ ഒ വൈ ഇസഡ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം ഹാഫ് ഇൻറ്റു എക്സ് വൈ ഇസഡ് എന്ന് പറഞ്ഞാൽ 54 ഡിഗ്രി ആണ് അല്ലെ. അപ്പം ആംഗിൾ ഒ വൈ ഇസഡ് ഈക്വൽ ടു നമുക്ക് 27 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് 27 ഡിഗ്രി കിട്ടി. ഇത് നമുക്ക് 32 ആണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഒ കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ആംഗിൾ സം പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്ക് എഴുതാം. ഇൻ ട്രയാങ്കിൾ ഒ വൈ ഇസഡില് ആംഗിൾ O plus angle Y plus angle Z equal to 180 degree. Angle O plus angle Y plus angle Z എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ആണ്. ഇനി നമുക്ക് O ആണ് കണ്ടുപിടിക്കേണ്ടത്. Y നമുക്കറിയാം 27 ആണ്, Z നമുക്കറിയാം 32 ആണ് അല്ലെ. Then angle O plus 32 plus 27 equal to 180 degree. ഇനി angle O കണ്ടുപിടിക്കാൻ 180 minus 32 plus 27. 32 plus 27 59 ഡിഗ്രി ആണ് അല്ലെ. ഇനി ആംഗിൾ ഒ വൈ ഒ ഇസഡ് എന്ന് പറഞ്ഞാൽ 180 minus 59 121 ഡിഗ്രി. ഓക്കെ, therefore ആംഗിൾ വൈ ഒ ഇസഡ് ഈക്വൽ ടു 121 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ ആയാലും. ഒരു ലെങ്തി ക്വസ്റ്റൻ ആയിരുന്നു, പക്ഷേ നമ്മൾ പെട്ടെന്ന് നമുക്ക് കിട്ടും. നമ്മൾ ഇത്രയും സ്റ്റെപ്സ് എഴുതി പോയത് കൊണ്ടാണ് നിങ്ങൾക്ക് ലെങ്തി ആയിട്ട് തോന്നുന്നത്. ആദ്യം നമ്മൾ ട്രയാങ്കിൾ എക്സ് വൈ സെഡിലെ 3 ആംഗിൾസും കണ്ടുപിടിച്ചു. പിന്നെ ബൈസെക്ടർ വരച്ചിരിക്കുന്നതുകൊണ്ട് ഈ ഒരു പോർഷൻ ഇതിന്റെ പകുതിയാണ്. ഇതെന്ന് പറഞ്ഞാൽ 64ന്റെയും പകുതിയാണെന്ന് എഴുതി. പിന്നെ ഈ ട്രയാങ്കിൾ ഒ വൈ സെഡ് നമ്മൾ കൺസിഡർ ചെയ്തു. ആംഗിൾ സം പ്രോപ്പർട്ടി വെച്ച് നമ്മൾ ഈ വൈ ഒ ഇസഡും കണ്ടുപിടിച്ചു. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഓക്കെ, okay, then third question നോക്കിക്കേ. In the figure AB parallel to DE. AB എന്ന് പറയുന്ന ലൈൻ DE എന്ന് പറയുന്ന ലൈന് പാരലൽ ആണ്. Then angle BAC. BAC എന്ന് പറയുന്ന ആംഗിൾ 35 ഡിഗ്രി തന്നിരിക്കുന്നു. Then angle CDE, that is 53 degree. We have to find the angle DCE. DCE എന്ന് പറയുന്ന ആംഗിൾ ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കാനായിട്ട് ഉള്ളത്. ഓക്കെ, അപ്പൊ നോക്കിയേ, നമുക്കിവിടെ എ ബി പാരലൽ ടു ഡി ഇ എന്ന് തന്നിട്ടുണ്ട് അല്ലെ. ഗിവൺ നമുക്കിവിടെ ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്നതാണ്. എ ബി ഡി ഇക്ക് പാരലൽ ആണെന്ന് പറഞ്ഞിരിക്കുന്നു. അതോടൊപ്പം ആംഗിൾ ബി എ സി 35 ഡിഗ്രി എന്ന് തന്നിരിക്കുന്നു. പിന്നെ ആംഗിൾ സി ഡി ഇ 53 ഡിഗ്രി എന്ന് നമ്മളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നു അല്ലെ. ഇനി എ ബിയും ഡിയും പാരലൽ ആണ്. അവിടെ വന്നിരിക്കുന്ന ഒരു ട്രാൻസ്വേഴ്സൽ ലൈൻ ആണ് ഈ എ ഇ എന്ന് പറയുന്നത് അല്ലെ. എ ഇ എന്ന് പറയുന്ന അതിനകത്ത് ഒരു ട്രാൻസ്വേഴ്സൽ ലൈൻ ആണ്. അപ്പൊ നമുക്കറിയാം ഇവിടെ 35 ആണ്. ഇതും ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ വന്നിരിക്കുന്ന ഈ എ എന്ന് പറയുന്ന ആംഗിളും ഇ എന്ന് പറയുന്ന ആംഗിളും നമുക്കറിയാം അത് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആണ്. അത് രണ്ടും ഈക്വൽ ആണ്.
അപ്പൊ ഇത് 35 ആയതുകൊണ്ട് ഈ എന്ന് പറയുന്ന ആംഗിളും 35 ഡിഗ്രി എന്ന് എഴുതാം. അപ്പൊ നമുക്ക് പറയാം എ ബി പാരലൽ ടു ഡി ഇ ആണ്. അതോടൊപ്പം ട്രാൻസ്വേഴ്സ് എ ഇ ഇസ് ദ ട്രാൻസ്വേഴ്സൽ. എ ഇ എന്ന് പറയുന്ന ഒരു ട്രാൻസ്വേഴ്സൽ ലൈൻ ആണെങ്കിൽ നമുക്ക് പറയാം ആംഗിൾ സി എ ബി ഈക്വൽ ടു ആംഗിൾ സി ഇ ബി. കാരണം ഇവർ രണ്ടുപേരും ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ്. നമ്മളത് ഈക്വൽ ആണ് പഠിച്ചിരിക്കുന്നത് കൊണ്ട് therefore ആംഗിൾ CED ഈക്വൽ ടു 35 ഡിഗ്രി. അപ്പൊ നമുക്ക് ഇത് 35 ഡിഗ്രി എന്ന് കിട്ടും അല്ലെ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ DCE ആണ്. ഇവിടെ നമുക്കൊരു ട്രയാങ്കിൾ ഉണ്ട്. ട്രയാങ്കിൾ DCEയില് നമുക്ക് പറയാം ആംഗിൾ സം പ്രോപ്പർട്ടി വെച്ച് ഈ 3 ആംഗിൾസിന്റെ സമ്മ 180 ഡിഗ്രി ആണ്. അപ്പൊ നമുക്ക് നോക്കാം. ഇൻ ട്രയാങ്കിൾ DCE എന്ന് പറയുന്ന ട്രയാങ്കിളില് ആംഗിൾ D പ്ലസ് ആംഗിൾ C പ്ലസ് ആംഗിൾ E ഈക്വൽ ടു 180 ഡിഗ്രി. എന്താണ് റീസൺ? യെസ്, അത് ലീനിയർ പെയർ അല്ല, ആംഗിൾ സം പ്രോപ്പർട്ടി വെച്ച് നമുക്ക് പറയാം 3 ആംഗിൾസിന്റെയും സമ്മ 180 ഡിഗ്രി ആണ്. ഇനി ആംഗിൾ ഡിയും ഇയും നമുക്കറിയാം 53 ഡിഗ്രി പ്ലസ് 35 ഡിഗ്രി പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 ഡിഗ്രി അല്ലെ. ഇനി നമുക്ക് ആംഗിൾ സി കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് 180 മൈനസ് 53യും 35ഉം കൂടെ നമ്മൾ ആഡ് ചെയ്യണം അല്ലെ. 3 + 5 8, then 88 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, 88 ഡിഗ്രി എന്ന് കിട്ടി. ഇത് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ആംഗിൾ DCE ഈക്വൽ ടു 92 ഡിഗ്രി എന്ന് കിട്ടി. അപ്പൊ നമ്മുടെ ആംഗിൾ DCE ഈക്വൽ ടു 92 ഡിഗ്രി. അപ്പൊ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അത് നമുക്ക് 92 ഡിഗ്രി എന്ന് കിട്ടി. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു അല്ലെ. അത് നമ്മൾ പാരലൽ ആണെന്ന് നമുക്കറിയാം. AB പാരലൽ ടു D ആണ്. അവിടെ ഫോം ചെയ്യുന്ന ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ് എയും ഇയും. അവ രണ്ടുപേരും ഈക്വൽ ആണ്. പിന്നെ നമ്മൾ ഈ DCE എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. ഈ ട്രയാങ്കിളിലെ 3 ആംഗിൾസും 180 ഡിഗ്രി ആണ്. 2 ആംഗിൾസ് നമുക്കറിയാം. മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ 180 മൈനസ് ഈ 2 ആംഗിൾസിന്റെ സമ്മ നമ്മൾ കണ്ടുപിടിച്ചിട്ട് സബ്ട്രാക്ട് ചെയ്യണം. സോ വി ഗെറ്റ് ആംഗിൾ DCE ഈക്വൽ ടു 92 ഡിഗ്രി. ഓക്കെ, 3 ക്വസ്റ്റ്യനും സിമ്പിൾ ആയിരുന്നു. നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി ചെയ്ത് പഠിക്കുക. ഓക്കെ.